Next topic is mechanical translational systems. നമ്മൾ കൺട്രോൾ സിസ്റ്റം പഠിക്കുമ്പം ഓൾറെഡി ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ RLC നെറ്റ്വർക്ക്സ് വരുന്ന സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എടുത്താണ്. ഇനി മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റവും മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റമാണുള്ളത്. അതിൽ മെക്കാനിക്കൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് എടുക്കുന്നു, അവരുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതുന്നു. ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് എസ് ഡൊമെയിനിലേക്ക്, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് എസ് ഡൊമെയിൻ ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് മാറ്റുന്നു. അവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നു. അതായത് സിസ്റ്റം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇവിടെ ഒരു ബേസിക് മെക്കാനിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു മാസ്, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് മാസ് എന്ന് പറയുന്നത്. അതുപോലെ സ്പ്രിങ് എന്ന് വെച്ചാൽ സ്പ്രിങ് ആക്ഷൻ അറിയാമല്ലോ, ആൻഡ് ഡാഷ് പോട്ട് ഫ്രിക്ഷൻ എലമെൻ്റ് ആണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ വെയിറ്റ് തരുന്നത് മാസ്, അതിൻ്റെ സ്പ്രിങ് ആക്ഷൻ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ തരുന്ന സ്പ്രിങ്, ആൻഡ് മെക്കാനിക്കൽ ഫ്രിക്ഷൻ റൊട്ടേറ്റിംഗ് മെഷീൻസിനും ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് മെക്കാനിക്കൽ സിസ്റ്റം പഠിക്കുന്നത്? നമ്മൾ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിക്കുന്ന മിക്കവാറും എല്ലാ ജനറേറ്റേഴ്സ് ആൻഡ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ്. ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കലാകുന്നു, മെക്കാനിക്കൽ ഇലക്ട്രിക്കലാകുന്നതാണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം മെക്കാനിക്കൽ സിസ്റ്റം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പം മാസ്, സ്പ്രിങ് ആൻഡ് ഡാഷ് പോട്ട് എന്ന് പറയുന്നതാണ് മെയിൻ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിലുള്ള എലമെൻറ്റ്സ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റും റൊട്ടേഷൻ മൂവ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമല്ലോ. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന ട്രാൻസ്ലേഷണൽ സിസ്റ്റമാണ്. അപ്പം നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സിമ്പിൾസ് കാണാം. എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും അങ്ങനെ മീറ്ററിലാണ് പഠിച്ചേക്കുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് dx/dt ആണ്. ദെൻ ആക്സലറേഷൻ എന്ന് പറയുന്നത് d²x/dt² ആണ്. ദെൻ അപ്ലൈഡ് ഫോഴ്സിനെ F എന്ന് റെപ്രസെൻ്റ് ചെയ്യും. FM എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫോഴ്സ് ഒപ്പോസ്ഡ് ബൈ ദ മാസ് ഓഫ് ദ ബോഡി. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ഇപ്പം നമ്മളൊരു മേശ തള്ളി നീക്കി കഴിഞ്ഞാൽ മേശയ്ക്കൊരു പർട്ടിക്കുലർ മാസ് കാണും, ഒരു വെയിറ്റ് കാണുമല്ലോ. അപ്പോൾ അത് കാരണം അത് നീങ്ങത്തില്ല. അപ്പോൾ ആ വെയിറ്റ് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ ഒപ്പോസീവാണ്. അതുപോലെ സ്പ്രിങ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് FK, അത് ഓഫർ ചെയ്യുന്ന ഫോഴ്സ്. ഒപ്പോസിങ് ഫോഴ്സ് ബൈ ദ ഫ്രിക്ഷൻ എലമെൻ്റ് അല്ലെങ്കിൽ ഡാഷ് പോട്ടിനെ FB എഴുതിയിരിക്കുന്നത്. അപ്പം ക്യാപിറ്റൽ M എന്ന് പറഞ്ഞ മാസ്, K ഈസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ് ബൈ ന്യൂട്ടൺ പെർ മീറ്റർ, B ഈസ് ദ വിസ്കസ് ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. അപ്പം സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഫങ്ഷൻസ് ഓഫ് ടൈമാണ്, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. അപ്പം ഫോഴ്സ് ബാലൻസ് ഇക്വേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ആണ്. നമുക്ക് ഓരോ എലമെൻറ്റ്സ് എടുത്തിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളൊരു പർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം മാസ് കൊണ്ടൊരു ഒപ്പോസിഷൻ കാണും, ഫ്രിക്ഷൻ കാരണം ഒരു ഒപ്പോസിഷൻ കാണും, ഇലാസ്റ്റിസിറ്റി കാരണം ഒരു ഒപ്പോസിഷൻ കാണും. ഈ 3 ഫോഴ്സസാണ് മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് കാണാം. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു മാസ് ഓഫ് ദ എലമെൻ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റാണ് X എന്ന് കാണിച്ചിരിക്കുന്നത്. ദെൻ ഒരു റെഫറൻസ് ഗ്രൗണ്ടാണ് റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ഐഡിയൽ മാസ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സ്മോൾ f, ദെൻ ഒപ്പോസിങ് ഫോഴ്സ് ഡ്യൂ ടു മാസിനെ സ്മോൾ FM എന്നാണ് എഴുതുന്നത്. സോ FM ഈസ് പ്രൊപ്പോർഷണൽ ടു d²x/dt². F = ma എന്ന് പറയുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോഴ്സ് അപ്ലൈഡ് എന്ന് പറയുന്നത് എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം FM ഈസ് പ്രൊപ്പോർഷണൽ ടു d²x/dt² എന്ന് കിട്ടും. ഓർ FM = ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ മാസ്, അവിടെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ക്യാപിറ്റൽ M എന്ന് പറയുന്ന മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻറ്റു d²x/dt² എന്ന് കിട്ടും. അതാണ് മാസ് ഓഫർ ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത എലമെൻറ്റ് നമ്മൾ ഫ്രിക്ഷണൽ എലമെൻ്റാണ് എടുക്കുന്നത്. നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഇനി ഫിഗേഴ്സൊക്കെ വരുമ്പം ഈ മാസ്, അതുപോലെ ഫ്രിക്ഷൻ എലമെൻറ്റ്,
സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പേര് പറയില്ല, അതിന് പകരം ഇങ്ങനെ സിമ്പിൾസ് ആയിരിക്കും. ഒരു ഐഡിയൽ ഡാഷ്പോട്ട്, അതായത് ഫ്രിക്ഷൻ എലമെൻറ്റിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണുന്നത്. ബി, ക്യാപിറ്റൽ ബി എന്ന് എഴുതിയിരിക്കുന്നത് ഫ്രിക്ഷനാണ്. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ്. ഫ്രിക്ഷൻ എലമെൻറ്റ് ക്യാപിറ്റൽ ബി ആണ്. അപ്പം ഇവിടെ നമുക്ക് ഡാഷ്പോട്ടിന് ഓഫർ ചെയ്യുന്ന ഓപ്പോസിങ് ഫോഴ്സ് ഇതിന് പ്രൊപ്പോർഷണലാണ്. എഫ് ബി ഈസ് ഓപ്പോസിങ് ഫോഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. എഫ് ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി എക്സ് ബൈ ഡി ടി. ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താ, എഫ് ബി ഇസിക്കൽ ടു ക്യാപിറ്റൽ ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ബി എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ദെൻ അതുപോലെ നെക്സ്റ്റ് ഇപ്പം നിങ്ങൾ സെക്കൻഡ് ഫിഗർ കണ്ടോ, രണ്ട് എൻഡിലും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് എൻഡിലും ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. x1 x2 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ വരുന്ന, എഫ് ഇസ് ഈക്വൽ ടു എഫ് ബി ഈക്വൽ ടു ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 മൈനസ് x2. ഓപ്പോസിങ് ഫോഴ്സസ് പ്രൊപ്പോർഷണൽ ടു ഡിഫറൻഷ്യൽ വെലോസിറ്റി. ഇവർ രണ്ടുപേരുടെയും ഡിഫറൻഷ്യൽ വെലോസിറ്റിയാണ് എടുക്കുന്നത്. അതുപോലെ നമ്മളൊരു ഇലാസ്റ്റിക് എലമെൻ്റ് എടുക്കുന്നു. നമുക്കറിയാം ഇലാസ്റ്റിക് എലമെൻറ്റിൻ്റെ ഫോഴ്സ് എന്തുവാ, ഫിസിക്കൽ ടു കെ എക്സ് ആണ്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. കെ എന്ന് പറയുന്ന സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, എക്സ് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെർഫോർ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് കെ ഇസിക്കൽ ടു കെ ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഇനി രണ്ടിലും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വരുവാണ് x1 മൈനസ് x2 എന്നാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആവും. ദാറ്റ് ഇസ് എഫ് കെ ഇസിക്കൽ ടു കെ ഇൻറ്റു x1 മൈനസ് x2. ഇതാണ് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിലെ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, മാസ്, ഡാഷ്പോട്ട് ആൻഡ് സ്പ്രിങ്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ ഡയഗ്രംസ് തരും. ഈ ഡയഗ്രംസിനകത്ത് നിന്ന് നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതണം. ഇപ്പം 3 എലമെൻറ്റ്സ് വന്നു, അതുപോലെ കുറേ 5-6 എലമെൻറ്റ്സ് ഉള്ള പ്രോബ്ലംസ് ആയിരിക്കും. അപ്പം ഈ എലമെൻറ്റ്സ് എടുക്കുക. ആ എലമെൻറ്റ്സ് ഇപ്പം അതുപോലെ ഒരുപാട് മാസ് ഉള്ള സിസ്റ്റത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. ദെൻ ആ ഇക്വേഷൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ടാക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷനിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്. പ്രോബ്ലം ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആ ഡയഗ്രം നോക്കിക്കേ. അപ്പം നമുക്ക് ഡയഗ്രം തന്നിട്ടുണ്ട്. 2 മാസ് എലമെൻറ്റ്സ് M1 ആൻഡ് M2 ഉണ്ട്. അതുപോലെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, സ്പ്രിങ്ങിൻ്റെ വാല്യൂസ് എത്ര സ്പ്രിങ് ഉണ്ട്, K1 K എന്ന് പറഞ്ഞ 2 സ്പ്രിങ് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ കണ്ടോ, ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി ഈസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ മാസസ് M1 ആൻഡ് M2. അതുപോലെ M1 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രിക്ഷൻ B1 ഉണ്ട്, M2 ഇൻഡിവിജ്വൽ ഫ്രിക്ഷൻ B2 ഉണ്ട്. കണ്ടോ താഴെ നിന്ന് കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ B1 ആൻഡ് B2. ദെൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ എഫ് ഓഫ് ടി. അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് M2-നുള്ളത് എക്സും M1 ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് x1 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ സൊല്യൂഷനാണ്. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതണം. ദെൻ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വേണം. അപ്പോൾ എങ്ങനെ എഴുതും? അപ്പം അപ്ലൈഡ് ഫോഴ്സ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് ടി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സും ആണ്. അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇതിൻ്റെയൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം പറയണം. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസിനെ എഫ് ഓഫ് എസ് എന്ന് വിളിക്കും. ലാപ്ലേസ് ഓഫ് എക്സിന് എക്സ് ഓഫ് എസ് എന്നും x1-ന് x1 ഓഫ് എസ് അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ റിക്വയർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഏതാ, എക്സ് ഓഫ് എസ് ആണ്. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്മോൾ എക്സ് ആണ്. അപ്പം എക്സ് ഓഫ് എസ് ബൈ ഇൻപുട്ട് ഈസ് എഫ് ഓഫ് എസ്. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടത് എന്താ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് ബൈ എഫ് ഓഫ് എസ് ആണ്. അപ്പം നമുക്ക് 2 നോട്ട്സാണ് വരുന്നത്. ദാറ്റ് ഈസ് 2 മാസസ് ഉണ്ടെങ്കിൽ 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെറ്റ് വരും. അപ്പം M1 ആൻഡ് M2 എന്ന് പറയുന്ന 2 മാസസ് ആണുള്ളത്. അപ്പം ഈ 2 നോട്ട്സിൻ്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതണം. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. ലെറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മാസ് M1. അപ്പം M1 എന്ന് പറയുന്ന മാസ് ഞാൻ കൺസിഡർ ചെയ്യാണ് ഫസ്റ്റിൽ. അപ്പം M1-ൻ്റെ മേലെ വരുന്ന ഫോഴ്സസ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫിഗറിൽ. അപ്പം ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിയിട്ട് M1-ൻ്റെ വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്, M1-ൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. M1-ൽ K1 എന്ന് പറയുന്ന സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FK1 എന്ന് പറയുന്നൊരു ഫോഴ്സ് വരും. ദെൻ B1 എന്ന് പറയുന്നൊരു ഫ്രിക്ഷൻ എലമെൻ്റ് ഉണ്ട്. സോ FB1 എന്ന് പറയുന്നൊരു വാല്യൂ അവിടെ വരും. ദെൻ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നൊരു ഫ്രിക്ഷൻ ബിറ്റ്വീൻ M1 ആൻഡ് M2 ഉണ്ട്. സോ അവിടെ ക്യാപിറ്റൽ ബി വരുന്ന FB എന്ന് പറയുന്ന വാല്യൂ അവിടെ വരും. ദെൻ K, സ്പ്രിങ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ M1 ആൻഡ് M2. സ്പ്രിങ് ആക്ഷൻ അവർ തമ്മിലുണ്ട്. സോ എന്താ നമുക്ക് FK എന്ന് പറയുന്ന വാല്യൂവും കൂടെ ഉണ്ട്.
അപ്പോൾ നമ്മൾ എത്ര സാധനങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്നത്, ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് ഇവിടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, M1 വരുന്നത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് x1, ഡയറക്റ്റ് ഫോഴ്സ് M1 വരുന്നില്ല. അത് ശ്രദ്ധിച്ചോ, ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് M2 അപ്പോൾ ഡയറക്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിനകത്ത് വരുന്നില്ല. പകരം x1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. FM1 അതായത് M1 എന്ന് പറയുന്ന മാസ് കാരണം ഉണ്ടാകുന്ന അപ്പോസിങ് ഫോഴ്സ്, FB1 എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ എലമെൻറ്റ് B1 കാരണം ഉണ്ടാകുന്ന അപ്പോസിങ് ഫോഴ്സ്, FB ഈസ് ദ ഫ്രിക്ഷൻ എലമെൻറ്റ് ബിറ്റ്വീൻ M1 ആൻഡ് M2, രണ്ട് മാസിനിടയിലുള്ള ഫ്രിക്ഷൻ FB, രണ്ട് മാസിനിടയിലുള്ള സ്പ്രിങ് ആക്ഷൻ FK എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. FK1 എന്ന് പറയുന്നത് M1 ഇൻഡിവിജ്വലായിട്ടുള്ള സ്പ്രിങ് ഇലാസ്റ്റിക് ഫോഴ്സാണ്. അപ്പം അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം നോഡ് 1 അല്ലെങ്കിൽ മാസ് 1ൻ്റെ ഡയഗ്രാമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇക്വേഷൻസ് പഠിക്കാം, എളുപ്പത്തിൽ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ സാധനങ്ങളാണ് ഇക്വേഷൻ വരുന്ന എലമെൻറ്റ്സ്, ഫോഴ്സസ് എല്ലാം എടുക്കുക. FM1 പ്ലസ് FB1 പ്ലസ് FB പ്ലസ് FK1 പ്ലസ് FK ഈക്വൽ ടു 0. എല്ലാ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ M1 ഈക്വൽ ടു 0. അപ്പം FM1 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ F ഇസിക്കൽ ടു M ഇൻറ്റു A ആണ്. അപ്പോൾ M1 ഇൻറ്റു d²x1/dt² പ്ലസ് B1 ഇൻറ്റു ഏതാ ഫ്രിക്ഷൻ എലമെൻറ്റ് വരുമ്പോൾ ഇക്വേഷൻ എന്താ, വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനല്ല, dx1/dt പ്ലസ് അടുത്ത FB എന്ന് പറയുന്നത് എന്താ, FB എന്ന് പറയുന്നത് എന്താ, ഫ്രിക്ഷൻ ബിറ്റ്വീൻ M1 ആൻഡ് M2 ആണ്. അപ്പം B ഇൻറ്റു d/dt ഓഫ് x1 മൈനസ് എക്സ് പ്ലസ് K1 ഇൻറ്റു x1. ഏതാ K1 എന്ന് പറയുന്നത് അതിന് M1 ഇൻഡിവിജ്വലായിട്ടുള്ള, M1 നിന്ന് ഗ്രൗണ്ട് ചെയ്തിരിക്കുക, M1 ഇൻഡിവിജ്വലായിട്ടുള്ളതാണ്. പ്ലസ് K ഇൻറ്റു K ബിറ്റ്വീൻ ആരൊക്കെ M1 ആൻഡ് M2 ആണ്. സോ x1 മൈനസ് എക്സ് ഇസിക്കൽ ടു 0. അത്രയും ക്ലിയർ ആയോ? ദെൻ ഇവിടെ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. ദെൻ ആ ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് ഈക്വൽ ടു 0. അപ്പം നിങ്ങൾ എന്തറിയണം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് d²x1/dt² എന്ന് പറഞ്ഞാൽ എന്താ, s² ഇൻറ്റു x1 ഓഫ് എസ്. അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് ഒക്കെ കളഞ്ഞേക്കുക, അപ്പോൾ അത് മാത്രം എടുക്കുക. ദെൻ B1 ഇൻറ്റു dx1/dt എന്ന് പറഞ്ഞാൽ എന്താ വരും, dx1/dt എന്ത് വരും, s ഇൻറ്റു x1 ഓഫ് എസ് പ്ലസ് B ഇൻറ്റു d/dt ഓഫ് x1 മൈനസ് എക്സിൻ്റെ എന്ത് വരും, ഡെറിവേറ്റീവാണ് വരുന്നത്. അപ്പോൾ s ഇൻറ്റു x1 ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് എസ് പ്ലസ് K1 x1ൻ്റെ എന്ത് വരും, K1 x1 ഓഫ് എസ്, K ഇൻറ്റു x1 ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു 0. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പം x1 ഓഫ് എസിന് ഒരു ഇക്വേഷൻ അതിൽ നിന്ന് ഫോം ചെയ്യുക. അപ്പം എക്സ് ഓഫ് എസ് ഇൻറ്റു സംതിങ് എന്നുള്ള ഫോമിൽ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. ഇവിടെ നമുക്ക് ബിയുടെയും കെയുടെയും വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. ദെൻ ഇതേപോലെ തന്നെ നിങ്ങൾ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M2 എടുക്കുക. M2 എടുക്കുമ്പം ഇവിടെ നോക്കുക, M2ൽ എന്തൊക്കെ വരുന്നുണ്ട്, ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് M2ലാണ് വരുന്നത്. ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് x ആണ്, അതിൻ്റെ മാസ് M2 എടുക്കണം. B2 എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഫ്രിക്ഷൻ എടുക്കണം. ദെൻ B ആൻഡ് K എന്ന് പറയുന്ന M1ഉം M2ഉം തമ്മിലുള്ള ഫ്രിക്ഷനും സ്പ്രിങ് ആക്ഷനും എടുക്കണം. അങ്ങനെ 1 2 3 4 5 6 എലമെൻറ്റ്സ് അവിടെ വരും. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് വേണം ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഇടുക. എന്താ, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതിന് ഒപ്പോസിങ് ആയിട്ട് വരുന്ന മാസ് ആൻഡ് സ്പ്രിങ് ആൻഡ് ഫ്രിക്ഷൻ എലമെൻറ്റ്സ്, ഇതിൻ്റെ ഒപ്പോസിങ് ഫോഴ്സ്, ദെൻ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ് വിത്ത് സം ഓഫ് ദ ഫോഴ്സസ്. എന്ന് വെച്ചാൽ ഈ ഇത്രയും സം എഴുതിയിരിക്കുന്ന ഫോഴ്സസിന് ഒപ്പോസിങ് ഫോഴ്സ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. സോ അതുകൊണ്ടാണ് ഈക്വൽ ടു F എന്ന് എഴുതിയത്. ദെൻ അതിൽ നിന്ന് ഇക്വേഷൻസ് എല്ലാം നേരത്തെ എഴുതിയ പോലെ എഴുതുക. ദെൻ അതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന എന്താണ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റമാണ്. ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് വേണ്ടത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താ, എക്സ് ഓഫ് എസ് ആണ് ഔട്ട്പുട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് M2. ഇതോ ഇൻപുട്ട് ഏതാണ്, F ആണ്, F ഓഫ് എസ്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്താ, എക്സ് ഓഫ് എസ് ബൈ F ഓഫ് എസ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫസ്റ്റ് M1 സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് x1 ഓഫ് എസ് ആണ്.
x1 ഓഫ് എസ് ഇൻ ടേംസ് ഓഫ് എക്സ് ഓഫ് എസ് ആണ് നമുക്കുള്ളത്. ദെൻ ഇവിടെ നമുക്ക് രണ്ടാമത് സോൾവ് ചെയ്യുമ്പം എഫ് ഓഫ് എസ് കിട്ടും. സോ എക്സ് ഓഫ് എസും എഫ് ഓഫ് എസുമായി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഫൈൻഡ് എക്സ് ഓഫ് എസ് ബൈ എഫ് ഓഫ് എസ്. അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക, ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.